നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളേവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂട്ടുകാരെ, ഞാനിന്നിവിടെ നല്ല മധുര മാമ്പഴ കാളൻ ഉണ്ടാക്കി കാണിക്കാം. ഈ മാമ്പഴക്കാളനൊക്കെ ഉണ്ടാക്കുമ്പോഴേ ചെറിയ നാട്ടുമാമ്പഴമാണ് വേണ്ടത്. ഈ ചന്ദ്രക്കാരൻ മാമ്പഴം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ നാട്ടിൽ കിട്ടുകയും സൗദി അറേബ്യയിൽ മാമ്പഴം കിട്ടും. നല്ല വലിയ മാമ്പഴമാണ്. നല്ലൊരു പഴുത്ത മാമ്പഴം അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി എടുത്തിട്ടുണ്ട്. അരപ്പിന് ആവശ്യമായിട്ട് ഒരു അരമുറി തേങ്ങ, 2 പച്ചമുളകും, 1 ടീസ്പൂൺ ജീരകവും, കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. ഈ മാമ്പഴം ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയിട്ട് പാത്രത്തിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങോട്ട് ചേർത്തു. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി അങ്ങോട്ട് ചേർത്ത്, എന്നിട്ട് ഈ മാമ്പഴം വേവിക്കാൻ ആവശ്യമായിട്ട് കുറച്ച് വെള്ളവും കൂടി അങ്ങോട്ട് ഒഴിച്ചിട്ട് അത് അടുപ്പത്തേക്ക് അങ്ങോട്ട് എടുത്ത് വെച്ചു. പിന്നെ നമുക്ക് ആ തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ആ തേങ്ങ ചിരവിയതും 2 പച്ചമുളകും ജീരകവും കറിവേപ്പിലയും ഇട്ടിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചങ്ങോട്ട് എടുക്കണം. ഇത് അരച്ചെടുക്കാനായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ച് തന്നെ എടുക്കാൻ കിട്ടും. പിന്നെ ഇതിന് വേണ്ടത് നല്ല കട്ടിയുള്ള തൈരാണ്. അപ്പോൾ ഒരു 450 ഗ്രാം തൈര് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇത് നല്ലവണ്ണം മിക്സിയിൽ അടിച്ചിട്ട് വേണം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അതും അങ്ങോട്ട് അടിച്ചങ്ങോട്ട് എടുക്കണം. അതുപോലെ തന്നെ അത് നല്ല ഫൈനായിട്ട് നമ്മൾ അരപ്പ് അങ്ങോട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മാമ്പഴേ നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അധികം വേവൊന്നും ഈ മാമ്പഴത്തിനില്ല. ഞാൻ ആദ്യം ആ അരപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. ഇത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ആ മിക്സി അങ്ങോട്ട് കഴുകി അതങ്ങോട്ട് ഒഴിച്ചിട്ട് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്തു. അപ്പോൾ അതങ്ങോട്ട് തിളച്ചങ്ങോട്ട് വരുന്ന ടൈമിൽ തന്നെ ഞാൻ ആ തൈര് അടിച്ചതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ അത് അധികം പിന്നെ തിളപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറയും. പക്ഷേ ഞാനൊന്ന് തിളപ്പിച്ച് നോക്കി, വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പിരിഞ്ഞൊന്നും പോയിട്ടില്ല, നല്ല കുറുകി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തൈര് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടേ ഒന്നൊരു തള വന്ന് ജസ്റ്റ് ഒന്ന് കുറുകി അങ്ങോട്ട് വന്നപ്പോഴേക്കും സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് താളിച്ചങ്ങോട്ട് ചേർക്കണേ. ഇപ്പോൾ ഒരു കടായി അടുപ്പത്തേക്ക് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുക. ആ വെളിച്ചെണ്ണ അങ്ങോട്ട് ചൂടായി അങ്ങോട്ട് വരുമ്പോഴേക്കും 1 ടീസ്പൂൺ കടുകും അതുപോലെ തന്നെ കുറച്ച് ഉലുവയും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് അതങ്ങോട്ട് മൂത്തങ്ങോട്ട് വരുമ്പോഴേക്കും അതിലേക്ക് 2 3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി അങ്ങോട്ട് മൂപ്പിച്ച കറിയിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയാവും. നല്ല അടിപൊളി മധുര മാമ്പഴ കറിയാട്ടോ കൂട്ടുകാരെ. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുമേ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഇനിയിപ്പോൾ മാമ്പഴക്കാലമാണല്ലോ അങ്ങോട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്തേ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ കമൻ്റ് അടിക്കാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.